ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വൻ എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. എന്നിട്ട് എണീറ്റ് വന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രുതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. രാവിലെ തന്നെ ശ്രുതികുമാരി പാചകം ചെയ്തു തുടങ്ങിയല്ലോ. ഇനി ഇതിനൊക്കെ എത്ര കാലം സഹിക്കേണ്ടി വരുമാവോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി പൂജ ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കൊണ്ടുവരികയാണ്. അപ്പം അശ്വൻ പറയും, ചേച്ചി സ്റ്റെപ്പ് കയറണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന്. ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. നിനക്ക് എൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ എന്നൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കണം കുഞ്ഞാ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കുഞ്ഞിന് നന്നായിട്ടറിയാം. എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കല്ല എന്ന് ചോദിക്കാട്ടോ അഞ്ജലി. നീ ശ്രുതിയോട് എങ്ങനെയൊക്കെ എന്താ കുഞ്ഞാ പെരുമാറുന്നത്? ശ്രുതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതും നമ്മുടെ അശ്വിന്റെ മുഖം അങ്ങ് മാറുക കേട്ടോ. അവളിപ്പോ ഈ ഇടയായിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടാ നടക്കുന്നത്. അവളുടെ സങ്കടങ്ങൾ ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഈ കാറ്ററിംഗ് പരിപാടിയും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടെത്തിയത് എന്ന് പറയാട്ടോ അശ്വിനോട്. അവളെ അധികം വേദനിപ്പിക്കരുത് കുഞ്ഞാ. അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നിനക്കറിയാലോ എന്ന് ചോദിക്കുമ്പോ അശ്വിൻ, അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് ചോദിക്കാട്ടോ. നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ല കുട്ടിയാ. അവളെ നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ ചേച്ചി. നീ എന്താ നിന്റെ ഓഫീസിൽ പെരുമാറുന്ന പോലെ ശ്രുതിയോട് പെരുമാറുന്നത്? ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയും, എനിക്ക് വേറെ ഒന്നും പറയാനില്ല കുഞ്ഞാ, നീ ഓഫീസിലേക്ക് പോയിക്കോ, അതാ നല്ലത് എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങ് മാറിപ്പോവാണേ. അപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ അങ്ങ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് അഞ്ജലി പറയും, തലയ്ക്കകത്ത് കയറുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, ഇനി ശ്രുതിയോടൊന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രുതിയാണെങ്കിൽ അടുക്കളയിൽ ഇല്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി, നീ തിരക്കിലാണോ? ഇല്ലേച്ചി, നീ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുകയാണെന്ന് പറയണേ. ഇന്ന് വൈകിട്ട് നിനക്ക് ട്യൂഷൻ ഉണ്ടോ? ഉണ്ട് ചേച്ചി, കുട്ടികളൊക്കെ വൈകിട്ട് തന്നെ വരും. നീ ഇപ്പൊ വളരെ ബിസിയാണ്. പകലും രാത്രിയും ഒക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയ കുഞ്ഞിന്റെ കാര്യം പിന്നെ ആരാ നോക്കുക എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മുഖം ആകെ വാടുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ തന്നെ അഞ്ജലി പറയും, അതല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാന്ന് ചോദിക്കാട്ടോ. എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല ചേച്ചി, അദ്ദേഹത്തിനും എന്തെങ്കിലും തിരക്ക് കാണുമല്ലോ. പിന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ പറയാട്ടോ അഞ്ജലിയോട്. ശ്രുതി, ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞോട്ടെ. കുഞ്ഞിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാ. ചെറുപ്പം മുതലേ അവനെ ഓവറായിട്ട് ആരും സ്നേഹിക്കാനും കെയർ ചെയ്യുന്നതും അവന് ഇഷ്ടമല്ല. പക്ഷെ അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് അവനെ വളരെ സ്നേഹമായിരുന്നു ശ്രുതി. അവന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല. എങ്കിലും ഞാൻ ചെല്ലും, ഡ്രസ്സൊക്കെ കൊടുക്കും, ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും. അങ്ങനെ സ്നേഹിച്ചാണ് ഞാൻ അവനെ വശത്താക്കിയത്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന് ജീവനാണ്. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവൻ തീരെ സഹിക്കില്ല ശ്രുതി. അതുപോലെ ഞാൻ എന്തിനെങ്കിലും കരഞ്ഞു എന്നറിഞ്ഞാൽ അവൻ അവരോട് ഒരു തരി പോലും ക്ഷമിക്കില്ല. ഇതൊക്കെ ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത സ്നേഹമാണ്. ഇതെന്തിനാ നിന്നോട് പറയുന്നതെന്നറിയോ? നീയും അങ്ങനെ സ്നേഹിക്കണം അവനെ. ആദ്യമൊന്നും അവൻ സ്നേഹിച്ചെന്ന് വരില്ല, പക്ഷെ പതിയെ പതിയെ അവനെ മനസ്സിലാക്കി സ്നേഹിച്ചാൽ അവന്റെ സ്നേഹവും നമ്മൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടോ ശ്രുതിയോട്. അങ്ങനെ സംഭവിച്ചാൽ നീ കാണാൻ പോകുന്നത് ശരിക്കും പുതിയൊരു അശ്വനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി ഇത് കേട്ടുകൊണ്ടിരിക്കാട്ടോ. എന്താ ഇപ്പൊ അതിന് പറയാ? ഒരു മാസ്കിൽ നിന്ന് പുറത്തു വന്ന പുതിയൊരാൾ. നിനക്കതിനൊന്ന് ശ്രമിച്ചൂടെ ശ്രുതി? നിങ്ങൾ എന്നും ഒരുമിച്ച് ജീവിക്കണം ശ്രുതി. അതിനു വേണ്ടിയാ ഈ ചേച്ചി നിന്നോട് ഈ പറയുന്നത്. നിനക്കതിന് കഴിയും ശ്രുതി. ഞാനീ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമെങ്കിൽ നടന്നോട്ടെ എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങ് പോവാണ് കേട്ടോ. ശ്രുതി ഇതൊക്കെ കേട്ടിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. അപ്പൊ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി ചേച്ചി പറഞ്ഞത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഞാൻ എത്രയും നാള് അയാളെ ശരിക്കും മനസ്സിലാക്കാതെയാണ് പെരുമാറിയത്. അയാൾ എന്നോട് എത്ര ദേഷ്യത്തിൽ പെരുമാറുന്നോ അതിനേക്കാൾ ദേഷ്യത്തിൽ ഞാൻ അയാളോട് പെരുമാറിയിരുന്നു. ഇനി അയാളെ ഒന്ന് സ്നേഹിച്ച് നോക്കിയെങ്കിലോ? അഞ്ജലി ചേച്ചി പറയുന്നത് പോലെ ചിലപ്പോ അത് ഗുണം ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ എന്ന് പറഞ്ഞിട്ട് വാതിലിന്റെ ബാക്കിൽ കയറി ഒളിക്കുകയാണ് നമ്മുടെ ശ്രുതി. അശ്വിൻ വന്നതും ക്ഷീണം കൊണ്ട് ബെഡിൽ പോയി ഒറ്റ കിടത്താണേ. അപ്പോൾ ശ്രുതി പതുക്കെ വന്ന് നോക്കും. എന്നിട്ട് അശ്വിന്റെ ഷൂ അഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് എണീറ്റിട്ട്, വാട്ട് ദ ഹെൽ, നീ ഇവിടെ എന്തെടുക്കുക? അത് പിന്നെ ഞാൻ നിങ്ങളുടെ ഷൂസ് അയക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും വേണ്ട നീ ആയിട്ട് ഒന്നും ചെയ്യണ്ട. എന്നിട്ട് വേഗം തന്നെ ഷൂസ് ഊരിങ്ങാണ്ട് നോക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ. നീ എന്തെങ്കിലും എൻ്റെ ഷൂസിൽ ഒളിപ്പിച്ചോ? ഇല്ല, ഞാൻ ആ ഷൂ ഒന്ന് അഴിക്കാൻ വേണ്ടി ശ്രമിച്ചതാ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട.
നീ ഒന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോവോ എന്ന് ചോദിക്കാട്ടോ. അപ്പം നമ്മുടെ ശ്രുതിക്ക് ആകെ സങ്കടമാവാണ്. നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞോണ്ടാ നിങ്ങളുടെ മുന്നിൽ വരാതെ ഞാൻ 2-3 ദിവസം മാറി നിന്നത്. ഭർത്താവ് പറയുന്നത് അനുസരിക്കാന്നുള്ളതാണല്ലോ ഒരു നല്ല ഭാര്യയുടെ കടമ. നീ ഇപ്പം അങ്ങനെ നല്ല ഭാര്യ ആവണ്ട എന്ന് പറയണേ അശ്വിൻ. ഇനി മുതൽ നല്ല ഭാര്യയായിട്ട് ജീവിക്കാനാ എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ നിന്റെ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും എനിക്കറിയണ്ട. അതൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലില്ല. ആ ഡീലിൽ പറഞ്ഞ അത്രയും നാൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണല്ലോ. അതുവരെ എനിക്ക് നല്ല ഭാര്യയായിട്ട് തന്നെ ഇരുന്നൂടെ എന്ന് ചോദിക്കട്ടോ ശ്രുതി. നീ ഒരു നല്ല ഭാര്യ ആവണ്ട, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നും പറഞ്ഞ് അശ്വിൻ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അശ്വിൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, പഞ്ചസാരയും കൊതുകുതിരി മാത്രല്ല ഇയാൾക്ക് സ്നേഹവും അലർജിയാ, ആ അലർജി ഞാൻ മാറ്റി കൊടുക്കും എന്നും പറഞ്ഞ് ശ്രുതിയും അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയുടെ ഭാഗമാണ് കേട്ടോ. ഈശ്വര കാത്തോളണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി എണീക്കുന്ന നേരത്ത് അവിടെ വാതിലിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പ്രീതി പോയി തുറന്നു കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരായിരിക്കില്ല, മനോരമയായിരിക്കും. പിന്നീട് മനോരമ വഴക്ക് പറയാണ് കേട്ടോ. എൻ്റെ മൈ ഗോഡ്, ഇത്രയും നേരമായിട്ട് നീ എണീറ്റില്ലേ? ആകാശ് ലേറ്റായാലും നിനക്കൊന്ന് വേഗം എണീറ്റൂടെ എന്ന് ചോദിക്കാട്ടോ. അതെങ്ങനെയാ, നല്ല കുടുംബത്തിൽ ജനിച്ചാലല്ലേ. അല്ലെങ്കിലും ഇനി മുതൽ നിനക്കിനി നേരം ചൊവ്വേ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. അതിനാണ് എൻ്റെ മൈ ഗോഡ് ഒരു വഴി എനിക്ക് തുറന്നു തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീതിക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. പിന്നീട് മനോരമ പെട്ടെന്ന് പോയി തന്നെ നമ്മുടെ ആകാശിനെ വിളിച്ചുണർത്താട്ടോ. ആകാശ് ബേബി, നീ എണീക്ക്, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ രാവിലെ തന്നെ ഈ പൊട്ട ഇംഗ്ലീഷ് പറയാതെ കാര്യം എന്താന്ന് പറ എന്ന് പറയുമ്പോഴേക്കും മനോരമയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. നീ എൻ്റെ ഇംഗ്ലീഷിനെ കുറ്റം പറഞ്ഞില്ലേ, ഇനി ഞാൻ ആ സർപ്രൈസ് പറയില്ല, അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അമ്മ ആരാന്ന് വെച്ചാൽ പറ, നിന്റെ ഫേവറേറ്റ് ആളാരാ? ഞാനൊരു ക്ലൂ തരാം, ഷീ ഈസ് ഫീമെയിൽ, അവളൊരു പെണ്ണാണ്. അതെ, യുവർ ഫേവറേറ്റ് ഗേൾ ഫ്രണ്ട് മിസ് ബി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ സന്തോഷിച്ചിരിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന ആകാശ്, ആണോ മിസ് ബി വരുന്നുണ്ടോ? അമ്മയോട് ഇത് ആരാ പറഞ്ഞത്? അവളേതായാലും വരട്ടെ, ഏതായാലും കല്യാണത്തിന് വരാന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചു. ഇപ്പൊ വന്നാ ഇവിടെ ആർക്കും ഹെഡോ ഇയറോ ഒന്നും കേൾക്കണ്ട, വീട് തന്നെ എടുത്ത് മറച്ചു വെക്കും അവൾ എന്നൊക്കെ പറയാണ് മനോരമ. അവൾ വരുന്ന കാര്യം അമ്മ അശ്വിൻ ചേട്ടനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ബേബി, ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത് നിന്നോടാണ്, നീ പോയി നിന്റെ ബ്രദറിനോട് പറ എന്ന് പറയണേ. അപ്പം ചിരിച്ചുകൊണ്ട് നമ്മുടെ മനോരമയാണെങ്കിൽ പ്രീതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പ്രീതി ചോദിക്കും, മിസ് ബിയോ അതാരാ? അപ്പോൾ ആകാശം പറയുന്നില്ല കേട്ടോ. അതേതായാലും ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, അവൾ വരുമ്പോൾ നീ കണ്ടാൽ മതി അല്ല അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അതെ അവളിങ്ങ് വരട്ടെ, അവളിങ്ങ് വന്നു കഴിഞ്ഞാൽ ചിലരുടെ അഹങ്കാരമൊക്കെ ഇവിടെ തീരും എന്ന് പറയാട്ടോ പ്രീതിയെ നോക്കിയിട്ട്. അപ്പോൾ പ്രീതി അതേക്കുറിച്ച് ആകാശിനോട് ചോദിക്കാൻ നേരം, അയ്യോ ലേറ്റായി, നീ ചായ എടുത്ത് വെക്ക്, ഞാൻ ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് ആകാശം അവിടെ നിന്ന് വല്ല സ്കൂട്ടാവാണ് കേട്ടോ, പറഞ്ഞു കൊടുക്കാതെ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കിച്ചണിലിങ്ങനെ സവാള അരിഞ്ഞിട്ട് കണ്ണിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, കരച്ചിൽ വരാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും കരച്ചിൽ വരുന്നില്ല, ഇതെന്താ കണ്ണിന്ന് വെള്ളം വരാത്തത്, അല്ലെങ്കിൽ സവാള അരിയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വരാറുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മുറിച്ചത് സെറ്റാക്കാണ് കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് ചെല്ലണേ. എന്നിട്ട് അവിടെ വെച്ച് മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, ശ്രുതി നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് പറഞ്ഞ് അശ്വിനെ പതുക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സ്വാമി എണീറ്റാലും സ്വാമി. അപ്പൊ അശ്വിൻ അങ്ങ് തിരിഞ്ഞു കിടക്കൂട്ടോ. സ്വാമി എഴുന്നേൽക്കൂ സ്വാമി, അങ്ങേക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. എന്നിട്ട് അശ്വിൻ എണീക്കാത്തത് കൊണ്ട് ഒന്ന് ഊതി വിടുകയാണ് കേട്ടോ. സ്വാമി സ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും അശ്വിൻ അങ്ങ് എണീറ്റ് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്രുതി നാണം കൊണ്ട് ഇങ്ങനെ തല താത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാമി, അങ്ങ് ചായ കുടിച്ചാലും നല്ല ചൂടോടെ എടുത്ത ചായയാണ്, അങ്ങേക്ക് ഇന്ന് ഞാനൊരു നല്ല ദിവസം നേരുകയാണ് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ വാട്ട് എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിച്ച് അവിടുന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അങ്ങേക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ചൂടുള്ള ചായ കുടിച്ച് ഓഫീസിലേക്ക് പോവാനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അശ്വിൻ നോക്കുന്ന സമയത്ത് വീണ്ടും ശ്രുതി തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതേ സ്വാമി, എനിക്ക് ഇന്നലെ വരെ ഭ്രാന്തായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറിയത്. ഇന്നലെ മുതൽ ഞാൻ നന്നായിരിക്കുന്നു സ്വാമി, ഇനി മുതൽ അങ്ങയുടെ എല്ലാ കാര്യവും ഞാൻ നോക്കും. എന്നിട്ട് ആ ചായ അങ്ങ് വെച്ച് അശ്വിന്റെ കാല് പിടിക്കാൻ കേട്ടോ. നീ ഇതൊന്നും ചെയ്യണ്ട. അയ്യോ അങ്ങനെ പറയരുത് സ്വാമി, ഇതൊരു ഭാര്യയുടെ കടമയാണ് സ്വാമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്